പാർത്ഥ, അണ്ണാമലൈ അറസ്റ്റിലായിരിക്കുന്നു. തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. എന്താണ് അണ്ണാമലൈ അറസ്റ്റിലാവാനുള്ള കാരണം? അണ്ണാമലൈ അറസ്റ്റിലാവാനുള്ള കാരണം ഇന്നലെ കോയമ്പത്തൂരിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. BJPയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിഷേധം നടന്നതെന്ന് ചോദിച്ചാൽ, കോയമ്പത്തൂർ സ്ഫോടന കേസിലുള്ള മുഖ്യപ്രതിയായിട്ടുള്ള SS ഭാഷ അന്തരിച്ചിരുന്നു. അദ്ദേഹം വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഞാൻ പറയുന്നു, അദ്ദേഹം അന്തരിച്ചിരുന്നു. അങ്ങനെ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു. അപ്പോൾ നടന്നപ്പോൾ കൃത്യമായിട്ട് പോലീസ് സംവിധാനത്തോടുകൂടി സർക്കാരിൻ്റെ പല സഹായങ്ങളും അവർക്ക് കിട്ടി. വളരെ വലിയ ജനക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടെയും കൂടെ പിന്നെ സംസ്കരിക്കേണ്ട, അതായത് ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട ആദരവ് മാറ്റിവെക്കാം, അത് ഏതൊരാളോട് നമ്മൾ കാണിക്കേണ്ടതാണ്. പക്ഷേ അതിലും അപ്പുറത്തേക്ക് ഒരു മഹാനേതാവിന് കൊടുക്കേണ്ട എല്ലാവിധ ഔദ്യോഗികപരമായിട്ടുള്ള ബഹുമാനത്തോടുകൂടെയും ഈ പറയുന്ന തമ്മാടിത്തരം ചെയ്യുന്ന ഇവനെപ്പോലുള്ള ആളുകളെ പിടിച്ചിട്ട് തമിഴ്നാട് സർക്കാർ രക്തസാക്ഷിയാക്കിയപ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അണ്ണാമല പ്രതികരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പം അണ്ണാമല പറഞ്ഞത്, നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ഇത്തരം തെമ്മാടികളുടെ ശവസംസ്കാരത്തെ പോലും പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാറ്റിമറിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ നിലപാട് അണ്ണാമല എടുത്തു. അതായത് നാൻ തമിഴർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സീമാൻ, നാൻ തമിഴ് പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററുള്ള സീമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വലിയ പ്രചാരണം നടത്തിയിരുന്നു ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട്. സ്ഫോടനമാണ്. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് അണ്ണാമലൈ കൃത്യമായി പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ച സമയത്ത് ഇന്നലെ കോയമ്പത്തൂരിൽ BJPയുടെ പ്രവർത്തകർ നേരിട്ട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾക്ക് വേണ്ടി, 4 വോട്ടിന് വേണ്ടി മത തീവ്രവാദികളെ അനുകൂലിക്കുന്ന ഏതൊരു നിലപാടിലേക്കും സ്റ്റാലിൻ ഗവൺമെന്റും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മറ്റ് പല കക്ഷികളും മുന്നോട്ട് പോവുകയാണ് എന്നും അതിൽ നാൻ തമിഴർ പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സീമാൻ പറഞ്ഞത് അദ്ദേഹം രക്തസാക്ഷിയാണ് എന്നുള്ളതാണ്. അത് ശരിയാണ്, ആരുടെ രക്തത്തിന്റെ സാക്ഷിയാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ നോക്കുന്നത്. ഒരുപാട് അവിടെ ചിന്നിച്ചിതറിപ്പോയ ഒരുപാട് ആളുകളുടെ രക്തത്തിന്റെ സാക്ഷിയാണ് ഈ രക്തസാക്ഷി എന്ന് പറയുന്നത്. അത്തരമൊരു രക്തസാക്ഷിയെ യാക്കൂബ് മേമന് കൊടുക്കേണ്ട, അജ്മൽ കസബിന് കൊടുക്കേണ്ട അതേ അത്രയ്ക്ക് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ, അവരോട് പരിഗണന കൊടുക്കേണ്ടതുള്ളൂ. അവരുടെയൊക്കെ ബോഡിയോട് കാണിച്ച, അവരുടെയൊക്കെ മൃതദേഹത്തോട് കാണിച്ച ഒരു പരിഗണന മാത്രമേ നമ്മൾ അവരോട് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ വോട്ടിന് വേണ്ടി ഇതല്ല തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ആ പറയുന്ന BJPയുടെ പ്രവർത്തകർക്കെതിരായി കൊണ്ട് പോലീസ് ശക്തമായ നടപടി എടുക്കുമെന്നും അവരെ ആക്രമിക്കാൻ തുനിക്കുകയും ചെയ്തപ്പോൾ ഈ പറയുന്ന അണ്ണാമലൈ വളരെ കൃത്യമായി കാര്യം പറഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തകന്റെ നേരെ കൈവച്ചാൽ അത് ഈ ചെറിയ കളിയാവില്ല, ആ കളി ഇവിടെ നിൽക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അദ്ദേഹം നേരെ മുമ്പിൽ നിന്നു. അതായത് പ്രവർത്തകരെ അടിക്കുമ്പോൾ ഓടുന്ന നേതാക്കന്മാരല്ല, മറിച്ച് പ്രവർത്തകർക്ക് നേരെ വടി വീശി വരുന്ന പോലീസിന്റെ മുന്നിലേക്ക് കയറി നിന്ന് എന്നെ തൊട്ടാൽ മാത്രമേ എൻ്റെ പ്രവർത്തകരെ തൊടാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന, അവർക്ക് സംരക്ഷകനായി മാറുന്ന ഒരു നല്ല നേതാവിനെ നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടു. അത് തമിഴ്നാടിൻ്റെ ഗവൺമെന്റിന് അത്ര പിടിച്ചില്ല, പോലീസിന് അത്ര പിടിച്ചില്ല. അവർ അണ്ണാമലയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ഞെട്ടിച്ച വാർത്ത. അതായത് BJPയെ പോലെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ നിസ്സാരമായ ഒരു കാര്യത്തിന് പുറത്ത് പിടിക്കുക നല്ലതാണ്. കാരണം BJPക്ക് അത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി BJPയുടെ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധം രംഗത്തിറങ്ങി, സ്റ്റാലിൻ ഭരണകൂടത്തിനെതിരെ രംഗത്തിറങ്ങി. ഇതെന്താണ് വിഷയമെന്നുള്ളത് അന്തർദേശീയമായിട്ടുള്ള മാധ്യമങ്ങളും നാഷണൽ മീഡിയാസും ഒക്കെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ കാര്യങ്ങൾ പോയപ്പോഴാണ് ഈ പറയുന്ന കോയമ്പത്തൂർ പീഡന കേസിലെ ഒരു മുഖ്യപ്രതിയെ, കോയമ്പത്തൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതിയെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി ശവസംസ്കാരം നടത്തി അയാളെ രക്തസാക്ഷിയാക്കി മാറ്റിയ കഥ ലോകം മൊത്തം അറിയുന്നത്. അങ്ങനെ അറിഞ്ഞതും വളരെ നല്ല കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം കൊടുത്ത ഒരാളാണ്. അയാളെ എങ്ങനെയാണ് ഇവിടത്തെ ഭരണകൂടങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അദ്ദേഹം കോയമ്പത്തൂർ പീഡനക്കേസിൽ പ്രതിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതി ഇപ്പോഴും ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് കുറ്റവാളി എന്ന് ഞാൻ പറയുന്നില്ല. മാത്രവുമല്ല, മദനിയെ പോലെ ഒരാളെ വിചാരണ തടവുകാരനായി വർഷങ്ങളോളം വെച്ചിട്ട് ഇപ്പോഴാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. കാരണം ഒരാൾ ഏതൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തെളിവ് കണ്ടെത്തി അദ്ദേഹത്തെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വിചാരണ തടവുകാരനായി കാലങ്ങളോളം ഇടുക എന്നതിനോട് ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നില്ല. ഏത് ഭീകരനാണെങ്കിലും ആ ഭീകരനെ പിടിച്ച്
പഠിച്ച് അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കി രാജ്യദ്രോഹിയാണെങ്കിൽ അതിന് കൃത്യമായി തക്കതായ ശിക്ഷ കൊടുക്കുക. അതാണല്ലോ നമ്മുടെ നിയമം എന്ന് പറയുന്നത്. അതിവിടെ പാലിക്കപ്പെട്ടില്ല എന്നൊരു ഔദാര്യം കൊണ്ട് അദ്ദേഹം ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജാമ്യ വ്യവസ്ഥയിൽ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മദനിയോട് നമ്മൾക്കുള്ള എതിർപ്പ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ പിന്നെ സ്ഫോടന കേസിലൊന്നും പോകണ്ട. കാരണം ഇവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്. എത്രയധികം ഈ ഇസ്ലാമികമായിട്ടുള്ള ആളുകളുടെ തലച്ചോറിലേക്ക് വർഗീയവാദം കുത്തിവെക്കാൻ വേണ്ടി മദനി നടത്തിയ പരിശ്രമങ്ങളെ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം തീവ്രവാദമാണ് മദനിയുടെ തലയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തെ പോലൊരു പാർട്ടിയെ ഈ പറയുന്ന PDP പോലൊരു പാർട്ടിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇലക്ഷന് വേണ്ടി മത്സരിച്ച ആളുകളാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. അതിന് അവരോടൊപ്പം നിൽക്കാൻ ഒരു പ്രശ്നവും ഇവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ മതേതരത്വം പൂത്തൊലയുകയായിരുന്നു. ആ മതേതരത്വം പൂത്തൊലയുന്നതിന് ഇവിടുത്തെ CPM-ന്റെ സഖാക്കൾക്കോ ആളുകൾക്കോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതേ മദനിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കോ മതേതരത്വം ഒരു വിഷയമായിരുന്നില്ല. മതേതരത്വത്തിന് വേണ്ടി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. ഈ SDPI-യുടെയോ PDP-യുടെയോ PFI-യുടെയോ ഒക്കെ ആളുകളെ കൂട്ടിച്ചേർത്ത് അവരോട് വോട്ട് വാങ്ങി ജയിക്കുന്ന സമയത്ത് മതേതരത്വം പൂത്തുലയുകയും നേരെ തിരിച്ച് BJP-യുടെയോ RSS-ന്റെയോ സംഘപരിവാറിന്റെയോ അടുത്തുകൂടെ അവരുടെ വീടിനടുത്തുകൂടി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് മതേതരത്വം തൊലിക്കുന്നതുമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതര ആത്മാവിനേറ്റ കളങ്കവുമാണ് എന്ന് പറയുന്ന കുറേയധികം നേതാക്കന്മാരുള്ള, കുറേയധികം രാഷ്ട്രീയപരമായിട്ടുള്ള ജീർണതകൾ ബാധിച്ച ആളുകളുള്ള ഒരു നാടായി കേരളവും തമിഴ്നാടും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന അണ്ണാമലൈ ഇപ്പോൾ തമിഴ്നാട് BJP-യുടെ അധ്യക്ഷനാണല്ലോ. തമിഴ്നാട് BJP-യുടെ അധ്യക്ഷനായി മാറിയ അണ്ണാമലൈക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥിയായി പക്ഷെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക പ്രാതിനിധ്യം അവിടെ കുറച്ചു എന്നുള്ളതാണ്. ജനസമ്മതിയാനായ ഒരു നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന് ജയിക്കേണ്ട രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം തൻ്റെ നിലപാടുകളിൽ കുറച്ചുകൂടി മയം വരുത്തിയാണ് അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു മയവും ഇല്ല, തങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവും ഇല്ല. അതായത് തീവ്രവാദികൾക്കെതിരെ നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത് അതേ നിലപാട് തന്നെയാണ് BJP-യിലെ ഓരോ നേതാക്കളും കൈക്കൊള്ളുന്നതെന്നാണ് നമുക്ക് അണ്ണാമലയുടെ അറസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണ്ണാമല ഉയർത്തിയ വാദങ്ങൾ, 4 വോട്ടിന് വേണ്ടി ആളുകളെ ചിന്നിച്ചിതർപ്പിച്ച ഒരുത്തനെ രക്തസാക്ഷിയാക്കി നിങ്ങൾ ഈ ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നതിന് പുച്ഛമാണ് തോന്നുന്നത്, ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കരുതെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വ്യക്തമാണ്. പിന്നെ SS ഭാഷയെ പോലുള്ള ഒരാളെ ഒക്കെ ധീരനായി ധീര നേതാവായി ഒക്കെ ഇനി എന്നാണ് പ്രഖ്യാപിക്കുന്നതെന്ന് തമിഴ്നാട് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടു. മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ കവിളിൽ പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, സ്ത്രീകളായിട്ടുള്ളവർ മൂക്കിൽ പിടിക്കുന്നു, അദ്ദേഹത്തെ ഖബറിടത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും സമ്മതിക്കാതെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ആളുകളെയാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യനാണ്, അത്രയ്ക്ക് പുണ്യപ്രവർത്തി. കാരണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യരാണ്. ഈ 58 പേര് ചിന്നിച്ചിതറിയാണ് മരിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു പലരുടെ ശരീരം പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒരു സാക്ഷിയുടെ ഒരു വിവരണം ഉണ്ടായിരുന്നു. അതായത് തൻ്റെ മുഖത്തേക്ക് വന്ന് വീണ ഇറച്ചി കഷ്ണത്തിൽ ഒരു കുഞ്ഞിൻ്റെ കൈയുടെ ഇറച്ചി കഷ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവരണം വന്നിരുന്നു. അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ഈ പറയുന്ന കോയമ്പത്തൂർ സ്ഫോടന കേസിന്റെ ഭാഗമായി നിന്ന് ഒരു മനുഷ്യനോടും ഒരു ദയം തോന്നാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മതം അതിനെ തിരിച്ചാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്നത്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് ഈ പറയുന്ന അണ്ണാമലയ്ക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചില പോരായ്മകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് തമിഴകത്ത് നിന്ന് ചില വാർത്തകൾ വന്നിരുന്നത്. RSS-ന് പോലും അദ്ദേഹത്തെ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. അതായത് ഇദ്ദേഹത്തെ മാറ്റണമെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന അണ്ണാ DMK പാർട്ടിയുമായി ഒരു സഖ്യമുണ്ടായിരുന്നെങ്കിൽ സിമ്പിളായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സീറ്റ് BJP അണ്ണാ DMK സഖ്യം അവിടെ ജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ നേടിയേനെ. ഈ പറയുന്ന കോയമ്പത്തൂരിൽ അണ്ണാമലയുടെ വോട്ട് എത്രയാണ്? വളരെ ചുരുങ്ങിയ വോട്ടിനാണ് ഈ സ്ഥാനാർത്ഥി ജയിച്ചത്. DMK സഖ്യത്തിലെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിട്ടുള്ളത്. അത് അണ്ണാ DMK-യും BJP-യും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അവിടെ അണ്ണാമല ജയിച്ചാനെ.
അതുപോലെ തന്നെ അണ്ണാമലൈ പിന്നെ BJP സഖ്യവും പിന്നെ പട്ടാളി മക്കൾ കക്ഷി അടക്കമുള്ള കക്ഷികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുള്ള ഒരു സഖ്യമുണ്ടല്ലോ, ആ സഖ്യം തമിഴ്നാട് മൊത്തം നിൽക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അണ്ണാമലൈ അത് നിന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ അത് തിരിച്ചു വന്നിരിക്കുന്നു. പുതിയൊരു അണ്ണാമലൈ രൂപപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഉന്നത പഠനത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. വിജയുമായി ബന്ധപ്പെട്ട് വിജയുടെ പാർട്ടി പുതിയൊരു പാർട്ടി രൂപം കൊണ്ടിട്ടുണ്ട്. തങ്ങളുടെ മുഖ്യ ശത്രു BJP ആണെന്നും രാഷ്ട്രീയ ശത്രു DMK ആണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അണ്ണാ DMKയും വിജയും തമ്മിൽ ഒരുമിക്കാനുള്ള സാധ്യത BJP മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരെ ഒരുമിച്ച് പിടിച്ച് പനീർശെൽവത്തെയും അതുപോലെ തന്നെ പളനിസ്വാമിയെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാകുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പുതിയൊരു രാഷ്ട്രീയ സമവാക്യം തമിഴ്നാട്ടിൽ ജനിക്കുകയാണ്.